إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس، أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകൾ, ഉടമസ്ഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുറന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ജീവിക്കുന്ന അടിമകൾക്ക് അവരവർക്ക് ആവശ്യമുള്ള റിസ്ഖിനെ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് വരുന്നതിൻ്റെ മുമ്പേ എന്തായിരിക്കണം അയാൾക്ക് ഭൂമിയിൽ കിട്ടേണ്ടത്, അയാളുടെ ഭക്ഷണം, വെള്ളം, വായു, വസ്ത്രം, പാർപ്പിടം, കുടുംബം, സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ എല്ലാം നാലാമത്തെ മാസം ഉമ്മാന്റെ ഗർഭാശയത്തിൽ ജീവൻ ഊതപ്പെട്ടപ്പോൾ അന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹു എന്താണോ അന്ന് തീരുമാനിച്ചത് അതിൽ ഒരു കടുകുമണി പോലും അധികം ദുനിയാവിൽ കിട്ടൂല, ഉറപ്പാണ്. എന്നാൽ എന്താണോ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അതെന്തെങ്കിലും കാരണത്താൽ കിട്ടാതിരിക്കുക, അതും സംഭവിക്കൂല. അള്ളാഹുവിന്റെ കണക്കുകൾ തെറ്റാറില്ല. അള്ളാഹു ജോലി ഏൽപ്പിച്ചിരിക്കുന്ന അവന്റെ ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് എന്തെങ്കിലും ഓർമ്മക്കേട് സംഭവിക്കാറില്ല, ഇതൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല, ദുനിയാവിലേക്ക് ഹയാത്തോടുകൂടി വരുന്ന അഥവാ റിസ്ക് ആവശ്യമായി വരുന്ന മനുഷ്യരടക്കമുള്ള ജീവജാലങ്ങളുടെ റിസ്കിന്റെ ഉത്തരവാദിത്തം അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. ലാ നസ്അലുക റിസ്ഖൻ നഹ്നു നർസുഖുക. മനുഷ്യ, നിങ്ങൾക്ക് റിസ്ക് തരാമെന്നത് എന്റെ ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾ എന്റെ സൃഷ്ടികളാണ്. നിങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിറകിൽ എനിക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 1.25 ലക്ഷം അംബിയ മുർസലീങ്ങളിലൂടെ, 4 കിതാബുകളിലൂടെ, അതേപോലെ പ്രവാചകന്മാരുടെയും ആലിമീങ്ങളിലൂടെയും ലക്ഷ്യം നിങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ ലക്ഷ്യം പൂർത്തിയാക്കി ജീവിച്ചാൽ മതി. എന്നാൽ റിസ്ഖോ അത് ഞാൻ നിങ്ങൾക്ക് തരാം. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഈ ഭൂമിയിൽ
ഹയാത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിയുണ്ടെങ്കിൽ അതിന്റെ റിസ്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തതാണ്. പക്ഷെ ഇവിടെ നമ്മൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിരിക്കുന്ന ഓരോ നഫ്സിന്റെയും റിസ്ക് അവനവന്റെ ഭാഗത്ത് നിന്നുള്ള അധ്വാനമില്ലാതെ ഫ്രീ ആയി നൽകപ്പെടുക എന്നത് അള്ളാഹുവിന്റെ സുന്നത്തിന് എതിരാണ്. അള്ളാഹ്ക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടല്ല. ഒരാൾക്ക് നിശ്ചയിച്ചിരിക്കുന്ന റിസ്കിനെ അയാൾക്ക് നൽകാനായിട്ട് എന്തെങ്കിലും ഒരു സബബ് ആവശ്യം നിർബന്ധമാണ് എന്നൊന്നും പറയാൻ പറ്റൂല. അധ്വാനിക്കാതെ ജോലി ചെയ്യാതെ അയാളുടെ റിസ്ക് നൽകാനും അള്ളാഹു കഴിവുള്ളവനാണ്. മറിയം ബീവിക്ക് കൊടുത്ത പോലെ. മറിയം അലൈഹിസ്സലാം ജോലിക്ക് പോയിട്ടല്ല ഭക്ഷണം കൊടുത്തത്. മെഹ്റാബില് ഇബാദത്തിൽ കഴിച്ചുകൂട്ടുന്നതിന്റെ ഇടയിൽ ഭക്ഷണം ആവശ്യമുള്ള സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതകരമായി നൽകുകയായിരുന്നു. അതുകൊണ്ടാണ് മറിയമിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സക്കരിയ അലൈഹിസ്സലാം ഭക്ഷണവുമായിട്ട് ചെല്ലുന്ന നേരം മറിയം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം അത്ഭുതത്തോടെ ചോദിക്കും, യാ മറിയം അന്നാ ലക്കി ഹാദാ, ഇതെവിടുന്നാ നിനക്ക് കിട്ടിയത്? നീ പുറത്തു പോകുന്നില്ല, ജോലിക്കാരിയല്ല, ഞാനല്ലാത്ത വേറെ ആരും ഭക്ഷണം കൊണ്ടുത്തരാനും ഇല്ല, പിന്നെ ഇവിടുന്ന് കിട്ടിയതാണ്. ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയമിന്റെ മറുപടി അതാണ്, അല്ലാഹു തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ചിലപ്പോൾ കണക്കില്ലാതെ കൊടുക്കും, സബബുകളില്ലാതെ കൊടുക്കും. വെറുതെ ഇരുന്നാ മതി. അവന്റെ വായയിൽ 5 നേരത്തെ ഭക്ഷണം രാവിലെയും വൈകുന്നേരവും അള്ളാഹു ഇട്ട് കൊടുത്തേക്കാം, കഴിവുള്ളവനാണ്. പക്ഷെ ഭൂമിയിലുള്ള അള്ളാഹുവിന്റെ സുന്നത്ത് അങ്ങനെയല്ല. നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിരിക്കുന്ന റിസ്ക് നിങ്ങളുടെ കൈകളിലെത്താൻ നിങ്ങൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പണിയെടുക്കണം, ജോലി ചെയ്യണം. അത് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ട റിസ്ക് നിങ്ങളുടെ കയ്യിലെത്താൻ ഞാൻ വെക്കുന്ന ഒരു ഉപാധിയാണ്. ഇനി നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും 24 മണിക്കൂറും ചോര നീരാക്കി അധ്വാനിച്ചാലും ഞാൻ എന്തേ തീരുമാനിച്ചിട്ടുള്ളൂ, അത് മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുള്ളൂ, അല്ലാത്ത വരൂല്ല. പക്ഷെ നിങ്ങൾ അധ്വാനിക്കണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ. ഞാൻ നിങ്ങൾക്ക് ഭൂമിയെ ലോലമാക്കി തന്നിരിക്കുകയാണ്. മനുഷ്യരാകുന്ന ഉത്കൃഷ്ടരായ എന്റെ അടിമകൾക്ക് അവരുടെ റിസ്കിനെ കണ്ടെത്താൻ പാകമാകുന്ന തരത്തിൽ ഭൂമിയെ നാം ലോലമാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾ അധ്വാനിച്ചാൽ മതി, റിസ്കിനെ ഞാൻ കൊണ്ടുതരും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം പോലെയുള്ള റിസ്കിനെ വലിച്ചു കൊണ്ടുവരുവാൻ പാകത്തിലുള്ള ഇബാദത്തിന് ശേഷം, നിസ്കാരം പോലെയുള്ള കർമ്മങ്ങൾ ഒരാളുടെ റിസ്ക് വിശാലമാവാനും അള്ളാഹു അയാളുടെ സംരക്ഷണം ഏറ്റെടുക്കാനുമുള്ള ഉപാധികളിൽപ്പെട്ടതാണ്. അങ്ങനത്തെ നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിസ്കരിച്ച് പള്ളി തെരഞ്ഞ് ഇരുന്നാൽ ശരിയാവൂല, പുറത്തേക്ക് പോവണം. വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്, അധ്വാനിക്കണം, നിങ്ങളെ ജോലി ചെയ്യണം. എന്നിട്ട് അള്ളാഹുവിന്റെ ഔദാര്യത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇതെന്നാന്റെ സുന്നത്താണ്, അത് നമ്മൾ ചെയ്യണം. മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ജീവിതോപാധിക്ക് വേണ്ടി ജോലി ചെയ്യുന്ന, നേരം വെളുക്കുമ്പം അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ജോലിക്കാരെ അല്ലാഹു ചേർത്ത് പറയുന്നത് ജിഹാദിൽ ഏർപ്പെട്ട മുജാഹിദുകളോടാണ്. സൂറത്തുൽ മുസമ്മിലിൽ തഹജ്ജുദ് നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞു, നബിയെ, എന്നാൽ ചില ആളുകൾ ഉണ്ടാകും, അവർക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ സാധിച്ചോളണമെന്നില്ല, അവർക്ക് ആ സമയത്ത് എഴുന്നേൽക്കാൻ പറ്റണമെന്നില്ല. അവർ ആരെ പോലെയാണ്? യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫദ്ലില്ലാഹ്. അവർ അല്ലാഹുവിന്റെ ഔദാര്യത്തെ പ്രതീക്ഷിച്ച് അധ്വാനവുമായി ബന്ധപ്പെട്ട് ഭൂമിയിൽ യാത്രകൾ ചെയ്യുന്ന മുസാഫിറുകളാണ്, ജോലിക്കാരാണ്. ചിലപ്പം അവരുടെ അധ്വാനം, ജോലി അവരെ ക്ഷീണിപ്പിച്ചിട്ടുണ്ടാവും, ഉറങ്ങിപ്പോയേക്കാം. ആരെ പോലെ? വയുജാഹിദൂന ഫീ സബീലില്ലാഹ്,
അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന മുജാഹിദുകളെ പോലെ. ഇപ്പൊ ജോലി ചെയ്യണം, അതൊരു അഭിമാനമാണ്, ഇസ്സത്താണ്. ജോലിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുക, വേറെ ആൾക്കാർ കൊണ്ടുവരുന്ന റിസ്കിനെ പ്രതീക്ഷിക്കുക, അത് മനുഷ്യന് പ്രകൃതിയാ തന്നെ അവന്റെ അഭിമാനത്തിന് ക്ഷതമാണ്. അത് ശരിയുള്ള ഏർപ്പാടല്ല. ആണത്തമുള്ളവൻ, റുജൂലത്തുള്ളവൻ അധ്വാനിക്കുന്നവനാണ്, കഷ്ടപ്പെടുന്നവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖൈറൻ മിൻ അൻ യകൂന മിൻ അമലി യദിഹി. ഒരാൾ തിന്നുന്ന ഭക്ഷണത്തിൽ ഏറ്റവും ഖൈറായ ഭക്ഷണം, ഏറ്റവും നല്ല ഭക്ഷണം അവന്റെ കൈ കൊണ്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി തിന്നുന്ന ഭക്ഷണമാണ്. വെറുതെ ഇരുന്ന് ആരെങ്കിലും തിന്നുന്നതിനേക്കാളും. എന്താണോ അവന്റെ മേഖല, ആ മേഖലകളിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സമ്പത്ത് റിസ്ക് എന്താണോ അതാണ് അവന്റെ ഏറ്റവും ഖൈറായ റിസ്ക്. എന്നിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികളെ പ്രേരിപ്പിക്കാനായി അതിന്റെ കൂടെ ഒരു കാര്യം ചേർത്തു പറഞ്ഞു. വഇന്ന നബിയല്ലാഹി ദാവൂദ അലൈഹിസ്സലാം കാന യഅകുലു മിൻ അമലി യദിഹി. നിങ്ങളുടെ മുമ്പ് വന്ന ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജാവാണ്. അള്ളാഹു ഭൂമിയിൽ അധികാരം നൽകി രാജാവാക്കിയ മനുഷ്യനാണ്, നബിയും കൂടിയാണ്, റസൂല് കൂടിയാണ്. എന്നിട്ടും അദ്ദേഹം ജീവിച്ചത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഇരുമ്പ് കൊണ്ട് പടച്ചട്ടയുണ്ടാക്കി വിറ്റ് അതിലുണ്ടാകുന്ന കാശുകൊണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചും കുടുംബത്തിനെ കഴിപ്പിച്ചും അഭിമാനത്തോടെയാണ്. അതുകൊണ്ട് ജോലി ചെയ്യുക, രാവിലെ വീട്ടിൽ നിന്ന് പോവുക, വൈകുന്നേരം അധ്വാനിച്ച് ക്ഷീണിച്ചു വരിക, ഇതൊക്കെ ആണത്തത്തിന്റെ അടയാളമാണ്. മാത്രമല്ല, സലഫുകളിൽ ചിലർ പറയാറുണ്ട്, ഇന്ന മിനൽ ദുനൂബി ദുനൂബ, മനുഷ്യന്മാര് ചെയ്യുന്ന ചില പാപങ്ങളുണ്ട്, ചില കുരുത്തക്കേടുകൾ. ആ കുരുത്തക്കേടുകള് മാപ്പായി കിട്ടാൻ, അത് പുറത്തു കിട്ടാൻ, ലാ യുകഫിറുഹ ഇല്ലൽ ഹമ്മു ഫീ തലബിൽ മഈഷ. അല്ലാഹു ആ പാപങ്ങളെ പുറത്തു കൊടുക്കുന്നത് ജീവിതോപാധിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, കഷ്ടപ്പെടുന്ന ഒരു സത്യവിശ്വാസി അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ആ വിഷമത്തിലാണ് ഈ പാപങ്ങൾ മാപ്പായി കിട്ടുക. എന്ന് പറഞ്ഞാൽ അധ്വാനം പാപങ്ങളെ പൊറുപ്പിക്കുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികള് വെറുതെ ഇരിക്കുന്നവരാവൂല. അവര് ജോലി ചെയ്യും, സമ്പാദിക്കും. സമ്പാദിക്കാൻ വേണ്ടി അവർ മത്സരിക്കും ചെയ്യും. അതൊന്നും നിഷിദ്ധമായ കാര്യമോ പ്രോത്സാഹിപ്പിക്കപ്പെടാത്ത കാര്യമോ ആക്ഷേപിക്കപ്പെട്ട കാര്യമോ ഒന്നുമല്ല. ഒരു ദിവസം ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നടന്നു വരികയാണ്. അന്നേരം ബനൂ ഇസ്രായീലിൽപ്പെട്ട ഒരാള് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിലേക്ക് ചെന്നു, സലാം പറഞ്ഞു, സംസാരിച്ചു. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു അദ്ദേഹത്തോട്, മാ തസ്ന, നിന്റെ ജോലി എന്താ? ആണാണെങ്കിൽ എന്ത് വേണം? ജോലി വേണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അതഅബ്ബദ്, എന്റെ ജോലി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിച്ചുകൂട്ടല. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ, ജോലിക്കൊന്നും പോകില്ല, ഭയങ്കര അഭിമാനിച്ച് പറയും, ഞാൻ പിന്നെ പള്ളി തന്നെ ഉണ്ടാവും, പള്ളിന്റെ ഒരു തൂണായിട്ട് അങ്ങ് ഇരിക്കലാണ്. ദിക്റും ഖുർആനോത്തും നിസ്കാരവും എന്റെ ദിക്റ് കൊണ്ടും എന്റെ ഖുർആനോത്ത് കൊണ്ടൊക്കെയാണ് മടിക്കേരി നാട് മൊത്തം ഇങ്ങനെ നല്ല ലാഭത്തിൽ പോകുന്നത്. എന്റെ ജോലി അത് തന്നെയാണ്, ഇബാദത്ത് ചെയ്യുക. അതഅബ്ബദ്. അപ്പൊ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, വമൻ യഊലുക്, അപ്പൊ നിന്റെ കാര്യങ്ങളും നിന്റെ കുടുംബത്തെയൊക്കെ നോക്കലാരാ? തിന്നണ്ടേ? ഭക്ഷണമൊക്കെ തരുത്താരാ? അപ്പൊ അയാൾ അഭിമാനത്തോടെ പറഞ്ഞു, അഹി, എന്റെ സഹോദരൻ, പാവം, ഓൻ എനിക്കും വേണ്ടി കഷ്ടപ്പെടും, എനിക്കും വേണ്ടി ഓൻ ജോലി ചെയ്യും, ഡബിള് ജോലി ചെയ്യും. കാരണം എന്റെ മൂത്ത സഹോദരൻ ആള് ഭയങ്കര ആബിദാണ്, പള്ളി തന്നെ ഇരിപ്പാണ്, ജോലിക്കൊന്നും പോക്കില്ല, ഭയങ്കര സൂഫി വര്യനാണ്, എന്തുറുപ്പാപ്പയാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തോളാം? അധ്വാനിച്ച് എന്റെ ജ്യേഷ്ഠനെ തീറ്റിച്ചോളാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, അയ്ന അഖൂക്, നിന്റെ സഹോദരൻ എവിടെയാണ്? ഖാല ഫിൽ മസ്റഅ, ഇപ്പൊ എന്റെ സഹോദരൻ കൃഷിയിടത്തിലുണ്ട്, അധ്വാനത്തിലാണ്, ജോലിയിലാണ്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അഖൂക അഅബദു ലില്ലാഹി മിൻക, നിന്റെ സഹോദരനാണ് നിന്നേക്കാളും അല്ലാഹുവിന് ഏറ്റവും വലിയ ഇബാദത്ത് ചെയ്യുന്നവൻ.
അതുകൊണ്ട് വെറുതെ ഇരിക്കലല്ല ഇബാദത്ത്, അധ്വാനിക്കൽ ഇബാദത്താണ്. രാവിലെ 3 മണിക്ക് എണീച്ച് മുരക്ക് ചിലപ്പോ പോകുന്ന ആൾക്കാരുണ്ടാവും. രാത്രി ഉറക്കി ശരിയാന്നുണ്ടാവൂല. രാത്രി ഒരുപാട് വൈകി വരുന്ന ആൾക്കാരുണ്ടാവും. വൈകുന്നേരമാകുമ്പോഴേക്കും ശാരീരികമായി ക്ഷീണിച്ച് അവശരാവുന്ന കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന പുരുഷന്മാരുണ്ടാവും. ഇസ്സത്തുള്ളവരാണവർ. സ്വന്തം അല്ലാഹു തന്ന ശരീരവും ആരോഗ്യവും ഉപയോഗിച്ച് കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ഇസ്സത്തുള്ള പുരുഷന്മാരാണവർ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചപ്പോഴും അതിനിടയിൽ വളരെ ശക്തമായ ഭാഷയിൽ താക്കീത് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, പൈസ ഉണ്ടാക്കണം. പക്ഷേ അത് ഹലാലായ മാർഗത്തിന് മാത്രമാവണം. ഉണ്ടാകുന്നത് ത്വയ്യിബായിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വിടൂല. നിങ്ങൾ തിന്നുന്നതും തീറ്റിക്കുന്നതും ഉടമസ്ഥനായ റബ്ബ് അനുവദിച്ച വഴിയിലൂടെ മാത്രമായിരിക്കണം. എന്താ പറഞ്ഞ വാക്കിനർത്ഥം? അള്ളാഹു നമ്മളെടുത്ത് ഹലാല് സമ്പാദിച്ചോളണം, നല്ലത് മാത്രം തിന്നണം എന്ന് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ 4 ഭാഗത്തും ഹറാമിന്റെ വഴികൾ മലർക്ക തുറക്കപ്പെടും. ആ വഴിക്ക് നിങ്ങൾ പോവരുത് എന്നാണ് താക്കീത്. അംബിയ മുർസലീങ്ങളോട് പറഞ്ഞതും സത്യവിശ്വാസികളോട് പറഞ്ഞതും ഒരേ വാക്കാണ്. അള്ളാഹു പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ, ഏ മുർസലീങ്ങളെ, കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ നല്ലത് തിന്നാവൂ. അതേ കൽപ്പന മുഅ്മിനീങ്ങളോട്, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങളും നല്ലത് തിന്നാവൂ. എന്താണ് ത്വയ്യിബ് എന്ന് പറഞ്ഞ വാക്കിനർത്ഥം? 2 അർത്ഥങ്ങളാണ്. നിങ്ങൾ നല്ലതേ തിന്നാവൂ, ത്വയ്യിബേ തിന്നാവൂ എന്ന് അല്ലാഹു പറഞ്ഞത് 2 അർത്ഥത്തിലാണ്. ഒന്ന്, നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളുടെ കുടുംബത്തിന് കഴിപ്പിക്കുന്നതും ആരോഗ്യപരമായ ഭക്ഷണമായിരിക്കണം. അതൊരർത്ഥമാണ്. എന്തെങ്കിലും തീറ്റിക്കുക, എന്തെങ്കിലും തിന്നുക, അത് തിന്നിട്ട് നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അത് സംഭവിച്ചൂടാ. അതെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കാരണം ആരോഗ്യത്തെ സംബന്ധിച്ച് ബോധമുണ്ട്. എന്തെങ്കിലും വാങ്ങി തിന്ന് ആരോഗ്യം നഷ്ടപ്പെട്ടു പോയാൽ ചിലപ്പോൾ മരിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. രോഗിയായി പോയി, ഹോസ്പിറ്റലിലായി, ഒരുപാട് സാമ്പത്തിക പ്രയാസം വരാൻ, കടബാധ്യത വരാനുള്ള കാരണമുണ്ട്. അതുകൊണ്ടാ പറഞ്ഞ ശരിയാണ്, നല്ലത് തിന്നാവൂ. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി. ആൾക്കാർ എന്തെങ്കിലും മോശമായത് തിന്നുന്നത് കാണുമ്പോ പറയുമേ തിന്നാൻ പാടില്ല. ഖുർആൻ അങ്ങനെ ആയത്ത് വന്നിട്ടുണ്ട്. ആരോഗ്യം ശ്രദ്ധിക്കണം. ആരോഗ്യത്തിന് ഹാനികരമായ ഭക്ഷണം തിന്നല് ഹറാമാണ്. കുടുംബത്തെ തീറ്റിക്കരുത്, പിന്നെ കുറ്റം കിട്ടും. ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലായി. 2ാമത്തെ അർത്ഥം എന്താ അറിയോ? ത്വയ്യിബിന്റെ, നിങ്ങൾ ആ സമ്പാദിക്കുന്ന നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ വസ്ത്രം, നിങ്ങളുടെ ജീവിതോപാധിയുമായി ബന്ധപ്പെട്ട ഏതേത് കാര്യവും ഹലാലായ വഴിയിലൂടെ മാത്രമായിരിക്കണം. അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. നേരത്തെ പറഞ്ഞ ആരോഗ്യം മനസ്സിലായി. 2ാമത്തെ അർത്ഥം ഹലാലാവണം. അഥവാ നിങ്ങൾ ഏതൊരു ദീനിന്റെ മെമ്പർഷിപ്പ് എടുത്ത ആളുകളാണോ, ആ ദീൻ നിങ്ങളുടെ മുന്നിൽ വരച്ചു കാട്ടിയ അനുവദിക്കപ്പെട്ട വഴിയിലൂടെ മാത്രം സമ്പാദിക്കുന്ന സമ്പത്തായിരിക്കണം. അതല്ലാത്തത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. സൃഷ്ടിച്ച റബ്ബിന്റെ താക്കീതാണ്. പറ്റൂല. കാരണം എന്താ അറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ തസൂല ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരടിമയുടെ കാലുകൾ അനക്കാൻ കഴിയൂല. ചില കാര്യങ്ങളെ പറ്റി ചോദിച്ച് അതിന്റെ കൃത്യമായ മറുപടി കൊടുക്കുന്നത് വരെ. അതിലൊരു ചോദ്യം ഇതാണ്, അൻമാലിഹി, അവന്റെ ധനത്തെ സംബന്ധിച്ച്, മിൻ ഐന ഇക്തസബ, എവിടെ നിന്നാണ് സമ്പാദിച്ചത്? ഈ നിൽക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന മടുക്കേരിയിലെ മുഅ്മിനീങ്ങളും അവരവരുടെ സമ്പാദ്യ മാർഗം വ്യക്തമായി അറിയുന്നവരാണ്. അന്യർക്കറിയില്ല. എന്റെ ഇങ്ങൾക്കറിയില്ല, നിങ്ങളെ എനിക്കും അറിയില്ല. പക്ഷെ അവനവൻ കൃത്യമായി അറിയുന്നവനാണ്. ഒറ്റയ്ക്കിരുന്ന് കണ്ണാടിച്ചില്ലിന്റെ മുമ്പിലിരുന്ന് സ്വന്തം ശരീരത്തെ നോക്കി നഫ്സിനോട് ചോദിച്ചു നോക്കുക, നിന്റെ റബ്ബ് നിന്നോട് നിരോധിച്ചതാണ്, കടുത്ത ഭാഷയിൽ താക്കീത് ചെയ്തതാണ്. എന്റെ ഭൂമിയിൽ നീ ഹറാമ് സമ്പാദിക്കരുത്, ചതിക്കരുത്, വഞ്ചിക്കരുത്, വഴിവട്ട വഴിയിൽ നീ പണം സമ്പാദിക്കരുത്, ആളുകളെ വേദനിപ്പിച്ച് ഉപദ്രവിച്ച് കള്ളത്തരം പറഞ്ഞ്
കള്ളസത്യങ്ങൾ ചെയ്ത് അതിക്രമം കാണിച്ച് പിടിച്ചു പറിച്ച് വഞ്ചന കാണിച്ച് ഒരു രൂപ പോലും നീ സമ്പാദിക്കരുത് എങ്കിൽ നിന്റെ സാമ്പത്തിക വരുമാന മാർഗം ഏതാണ്, ഹലാലാണോ ഹറാമാണോ എന്ന് കണ്ണാടി നോക്കി സ്വന്തത്തിനോട് ചോദിച്ചാൽ മതി. വേറെ ആരോടും ചോദിക്കാൻ പോണ്ട, സ്വന്തത്തിനോട്. ഞാൻ തിന്നുന്ന ചോറ്, എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്ന പെണ്ണിന് ഞാൻ കഴിപ്പിക്കുന്ന ചോറ്, എന്നെ പിതാവായി എന്നെ ഉപ്പയായി കണ്ട് എന്റെ കീഴിൽ ഭക്ഷണം കഴിച്ച് സ്വർഗത്തിന്റെ രാജപാത സ്വപ്നം കണ്ട് ജീവിക്കുന്ന എന്റെ മക്കള് തിന്നുന്ന ചോറ് അവരെ നരകത്തിന്റെ തീക്കൊള്ളിയാക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന വഴിയിലാണോ, അതല്ല ഞാൻ എന്റെ ഉത്തരവാദിത്വം പൂർത്തിയാക്കുന്നുണ്ടോ? സ്വന്തത്തിനോട് ചോദിച്ചാൽ മതി, ആരോടും പറയണ്ട, രഹസ്യമായിട്ട് ആരറിയിക്കണ്ട, പരമരഹസ്യമായി നഫ്സിനോട് ചോദിക്കുക. എന്താ കാര്യം എന്നറിയോ? ഇവിടെ നമ്മൾ ഏത് വഴിയിലും സമ്പാദിക്കും, ആരെയും പറ്റിക്കും, ആരെയും ചതിക്കും, കള്ളസത്യം പറയും, സാധനം നോക്കി കൊടുത്ത് 500 റുപ്യന്റെ സാധനത്തിന് 50,000 പറയും, ഒന്നെടുത്തിട്ട് പോവും, വിശ്വാസ വഞ്ചന കാണിക്കും, പിടിച്ചു പറിക്കും, മറ്റെന്തെങ്കിലും വളഞ്ഞ വഴിയിലൂടെ സമ്പാദിക്കും. നമ്മളിങ്ങനെ നിൽക്കുവാരും അറിഞ്ഞിട്ട പാവം ഞാൻ പറ്റിച്ച്, ഒരൊന്നും അറിഞ്ഞിട്ട എന്റെ ബാക്കിലേക്ക് ഇതാ 10 ലക്ഷം എത്തിക്കഴിഞ്ഞു. ആ പൂ നോക്കിയ പാവം ഒന്നും അറിയില്ല, ഞാൻ ഓനെത്ര കൂളായിട്ടാ പറ്റിച്ച്, ഞാൻ എത്ര ബുദ്ധിപരമായിട്ടാണ് ഇത് സമ്പാദിച്ചത്. സമൂഹത്തിൽ നെഞ്ചും പിരിച്ച് നടക്കും, പ്രിയപ്പെട്ടവരെ ഒരു ദിവസം വരിക തന്നെ ചെയ്യും. മലക്കുൽ മൗത്ത് റൂഹിനെ പിടിച്ച് ഉടമസ്ഥന്റെ കോടതിയിൽ ഹാജരാക്കുന്ന ദിവസം അന്ന് ചോദിക്കൽ ഉറപ്പാണ്, മിൻ ഐന ഇക്തസബ, എവിടുന്ന ഈ പൈസ ഉണ്ടാക്കിയത്, എവിടുന്ന ലക്ഷങ്ങൾ ബാങ്ക് കൂട്ടിയത്, നീ എപ്പോഴാ എങ്ങനെയാ കോടീശ്വരനായത്, നീ എങ്ങനെയാ നാട്ടുകാരുടെ മുമ്പിൽ പൈസക്കാരനായത്, എവിടുന്നാ എനിക്ക് പൈസ കിട്ടിയത്, ആരെയാ പറ്റിക്കാൻ, ആരോടാ കളവ് പറയാ, ഇങ്ങനെ ആയതാണിപ്പ, അതങ്ങനെ ആയിപ്പോയിപ്പ, ആരോടാ പറയാ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. വഫീമാ അൻഫഖ, കിട്ടിയ മാത്രമല്ല എവിടെ ചെലവാക്കി, ആ ചോദ്യം ഉണ്ടാവും. ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണമുണ്ട് റൂമിൽ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൈമലെടുത്തു. നല്ല വിശപ്പുണ്ട്, അത് തിന്നാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ വീട്ടുകാരത്തേക്ക് പോയി ചോദിച്ചു, ഇതെവിടുന്നാണ്? ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണത്തെ പറ്റി ആ ഭാര്യയോട് ചോദിക്കുന്നു, ഇതെവിടുന്നാണ്? നമുക്കാരെങ്കിലും തന്നതാണോ, എൻ്റെ തന്നെയാണോ? അതല്ല, അപ്പുറത്തെ പള്ളിയിൽ സക്കാത്തിന്റെയോ സ്വതക്കന്റെയോ ഈത്തപ്പഴം കൂട്ടിയിട്ടുണ്ടാവും, അതിൽ നിന്നെങ്ങാനും ഒന്നിങ്ങോട്ട് തെറിച്ച് വന്നതായിരിക്കോ ഇതറിയാൻ. ഭാര്യ പറഞ്ഞു, നമ്മളല്ല, അത് പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വീണുപോയതാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഈത്തപ്പഴത്തിന്റെ കഷണം അതെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടേയിട്ടു. തിന്നില്ല. എന്നെ നിങ്ങളെയും പഠിപ്പിച്ചു തരാൻ ഇതാ അത്രത്തോളം സൂക്ഷ്മത നിങ്ങളുടെ സാമ്പത്തിക മാർഗത്തിൽ നിങ്ങൾ കാണിച്ചോളണം. ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഇബ്നു അലി മുഹമ്മദ് മുസ്തഫാന്റെ പേരക്കുട്ടി, സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ യുവാക്കളുടെ നേതാവ്. ചെറിയ പ്രായം, ഫാത്തിമ ബീവിന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കരയുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു എങ്ങോട്ട് ഓടിച്ചെന്ന് ഒരീത്തപ്പഴെടുത്ത് വായിലിട്ടു. ഇത് ഉപ്പാപ്പ നോക്കിക്കൊണ്ടിരിക്കാണ് ഇപ്പുറത്തെ പുരക്കുന്നത്. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മോന്റെ കളി ഇപ്പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈത്തപ്പഴെടുത്ത് വായിലിട്ട് കണ്ടപ്പോ ഉപ്പാപ്പ ഓടി വിരല് ആ പൊന്നുമോന്റെ വായിലിട്ട് ആ ഈത്തപ്പഴം പുറത്തേക്കെടുത്തു. ഇത് പറഞ്ഞു, മോനെ, നമ്മൾ അഹ്ലുബൈത്തിന്, പ്രവാചക കുടുംബത്തിന് സദഖന്റെ മുതൽ തിന്നാൻ പറ്റൂല, ഹറാമാണ്. അത്ര സൂക്ഷ്മത. കളിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഹലാലും മാത്രമായിരിക്കണം, ഹറാമ് പോയിക്കൂടാ. ഉമർ റളിയല്ലാഹു തആല അൻഹു ഖലീഫയാണ്, അമീറുൽ മുഅ്മിനീൻ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മദീനത്തെ രാജാവ്. ഒരു ദിവസം അദ്ദേഹത്തിന് ഒരു പാത്രത്തിൽ പാല് കൊണ്ടുവന്ന് കൊടുത്തു. ഭൃത്യൻ അസ്ലം വയറ് നിറച്ചും കുടിച്ചു. കുടിച്ചതിന് ശേഷം ഉമർ ചോദിച്ചു, ഇതെവിടെ നിന്നാണ്?
അതായിരുന്നു മുൻഗാമികളുടെ ഫിക്ർ. എന്ത് കിട്ടിയാലും പോന്നോട്ടെ, വന്നോട്ടെ വന്നോട്ടെ, അങ്ങനെയല്ല. അള്ളാഹു എന്നെയും നിങ്ങളെയും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇതെവിടുന്നാ ഈ പാല് കിട്ടിയത്? അത് അമീറുൽ മുഅ്മിനീൻ സകാത്തിന്റെ മുതലിൽപ്പെട്ട ഒട്ടകങ്ങളെ കാവൽക്കാരൻ കറന്നെടുത്തു. കാരണം കിടന്ന് പാല് കറക്കില്ല, കയ്യിൽ ഒട്ടകത്തിന് പ്രയാസാവും. അത് ബൈത്തുൽ മാലിന്റേതായിരിക്കും, ചിലപ്പോ പാപങ്ങൾക്ക് സദഖ ചെയ്യും. അതിൽപ്പെട്ടതാണ്. ഉമറുൽ ഫാറൂഖിന്റെ മുഖം ചുവന്നു, ദേഷ്യമുണ്ടായി. കൂടെ ഇരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു, അമീറുൽ മുഅ്മിനീനായ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട ഞാന് സക്കാത്തിന്റെ മുതലിൽപ്പെട്ട പാല് കുടിച്ചാൽ ഉടമസ്ഥനായ അള്ളാഹു എന്നെ ചോദ്യം ചെയ്യൂലേ? ഇതെങ്ങനെയാ ഒന്ന് പുറത്തു കളയുക? ആരോ പറഞ്ഞു വായിലേക്ക് വിരലിറക്കിയിട്ട് ഛർദിച്ചാൽ മതി. അദ്ദേഹം വായിൽ വിരലിട്ട് കുത്തി അത് മുഴുവനും ഛർദിച്ച് കളയുന്നത് കൂടെ ഇരിക്കുന്ന സഹാബാക്കൾ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നു. അദ്ദേഹം മിസ്കീനാണ്, ബൈത്തുൽ മാലിന്റെ സ്വത്ത് കുടിക്കാൻ അവകാശമുള്ള ആളാണ്. എന്നിട്ടും ഒരു അമീർ എന്ന നിലക്ക് കുടിച്ചതിന്റെ പേരിൽ അള്ളാഹു ചോദിക്കുവോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം അത് ഛർദിച്ച് പുറത്തേക്ക് കളഞ്ഞു. നമുക്ക് തരുന്ന പാഠം എന്താണെന്നറിയോ? അത്ര ശക്തമായിരുന്നു മുൻഗാമികൾ ഹലാലായ സമ്പത്തിനെ സൂക്ഷിച്ചത്. അതുകൊണ്ട് ഒരു പൈസ എന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പം അത് അള്ളാഹു പറഞ്ഞ പോലെ ത്വയ്യിബാത്തിൽ പെട്ടതാണോ അല്ലേ എന്ന് പരിശോധിച്ചോളാം. ഇല്ലെങ്കിൽ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നം എന്താ അറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണെന്നറിയോ? മക്കളെ അനുസരിക്കുന്നില്ല. എല്ലാവരെയും പരാതിയാ. മക്കള് നന്നാവുന്നില്ല, നിസ്കരിക്കുന്നില്ല, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല, സ്വഭാവം വളരെ മോശം, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, ദുസ്വഭാവികൾ, കൊലപാതകികൾ, നാട്ടുകാർക്ക് വെറുപ്പ്, വീട്ടുകാർക്ക് ദേഷ്യം. ഈ ചങ്ങാതി നാട്ടിൽ നിന്നൊന്നും ഇല്ലാണ്ടായി പോയെങ്കിൽ എന്ന് നാട്ടുകാര് കൊതിക്കുന്ന വൃത്തികേടിന്റെ ഉടമ എന്തായിരിക്കും കാരണം? പക്ഷെ ഉപ്പയും ഉമ്മയാണെങ്കിലും നാട്ടിലെ മുത്തുപോലത്തെ മനുഷ്യന്മാര്, മക്കളാണെങ്കിൽ വളരെ ചീത്ത. എന്തായിരിക്കും കാരണം? നമ്മൾ പല കാരണം പറയും. നമ്മളെ മക്കൾ മോശാകുമ്പോഴും ആരാന്റെ മക്കളെ കുറ്റം പറയും. ഓനെ പരം കൂടിയിട്ടാണ്, ഓനാ ഇങ്ങനെ ആക്കിയത്. എങ്കിൽ ഞാൻ എന്താ ചിന്തിക്കേണ്ടെന്നറിയോ? ഞാൻ എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുത്തതിൽ എപ്പോഴോ എവിടെയോ നിന്ന് ഒരു ഹറാം അവന്റെ രക്തത്തിൽ കടന്നിട്ടുണ്ട്. ഹറാമ് കലർന്ന രക്തം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രക്തമല്ല. നേർവഴിക്ക് വരൂല. അള്ളാഹു ഗൗരവം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു. റജുലുൻ, ഒരാള്, അശ്ഗസ അഗ്ബറ യുതീലു സഫർ, ദീർഘദൂര യാത്രക്കാരനാണ്. താടിയും മുടിയെല്ലാം ചെട പിടിച്ച് വസ്ത്രവും ശരീരമൊക്കെ ചേറ് പിടിച്ച വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു യാത്രക്കാരൻ. അത് പറയാനുള്ള കാരണം എന്താ അറിയോ? യാത്രക്കാരന്റെ ദുആ കബൂലാവും. യാത്രക്കാരന്റെ ദുആ കബൂലിയത്തുള്ള ദുആയാണ്. ഇവൻ യാത്രക്കാരനാണ്. മാത്രമല്ല യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തേക്ക് കൈകൾ ഉയർത്തുന്നുണ്ട്. ഫയഖൂൽ, പറയുന്നത് യാ റബ്ബ് യാ റബ്ബ്, റബ്ബിനെ വിളിച്ച് ദുആ ചെയ്തുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന വളരെ പ്രയാസപ്പെടുന്നവൻ. പക്ഷേ അവന്റെ ദുആ അല്ലാഹു കേൾക്കുന്നില്ല, ദുആ അല്ലാഹു സ്വീകരിക്കുന്നില്ല. ദുആ സ്വീകരിക്കപ്പെടാനുള്ളതെല്ലാം അയാളുടെ കൈമേലുണ്ട്, എന്നിട്ടും അല്ലാഹു അത് കേൾക്കുന്നില്ല. കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മത്അമുഹു ഹറാം, അവൻ കഴിച്ച ഭക്ഷണം ഹറാമാണ്. ആരെയോ പറ്റിച്ചുണ്ടാക്കിയതാണ്, കള്ളസത്യം ചെയ്ത് കച്ചവടം ചെയ്തതാണ്, പലിശ കച്ചവടം ചെയ്തിട്ടുണ്ടാക്കിയതാണ്. വമൽബസുഹു ഹറാം, ധരിച്ച വസ്ത്രവും ഹറാമാണ്. പാവം, മക്കളൊന്നും അറിഞ്ഞിട്ട, വീട്ടിലിരിക്കുന്ന ഭാര്യയൊന്നും അറിഞ്ഞിട്ട, ഇവൻ ആരെയോ ചതിച്ചിട്ടുണ്ടാക്കിയ പൈസക്ക് വാങ്ങി കൊടുത്തതാണ്. അവൻ അഭിമാനത്തോടെ ഇടും, അവരെ വാതിലാക്കടിച്ച് കൈവെക്കും, കിട്ടുന്നില്ല. കാരണം മൽബസുഹു ഹറാം, ഇട്ട കുപ്പായം ഹറാമാണ്, ത്വയ്യിബല്ല, അള്ളാഹു അനുവദിച്ച വഴിയിൽ ഉണ്ടാക്കിയതല്ല. വമശ്റബുഹു ഹറാം, കുടിച്ച പാനീയം പോലും ഹറാമാണ്. വഗുദ്ദിയ ബിൽ ഹറാം, അവനെ വളർത്തിക്കൊണ്ടുവന്നത് ഹറാമ് തീറ്റിട്ടിട്ടാണ്. ശരീരത്തിൽ ഒഴുകുന്ന രക്തം നിഷിദ്ധമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അവന് എവിടുന്ന് ഉത്തരം കിട്ടാൻ? ഓൻ ആരേറ്റെടുക്കാൻ? ഓൻ ആര് നോക്കാൻ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശക്തമായ താക്കീതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ,
ചില സലഫുകൾ പറയാറുണ്ട്, ശ്രദ്ധിച്ചോളി. മടിക്കേരിയിലെ മുഅ്മിനീങ്ങളെ, സലഫികളെ ശ്രദ്ധിച്ചോളി. നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നവരാണ്, ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ്. പരിശുദ്ധ റമദാനൊക്കെ വരുമ്പം ചിലപ്പം നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്ന, അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അധ്വാനിക്കുന്നവരാണ്. പക്ഷെ സലഫുകൾ പറയാറുണ്ട്, ലൗ ഖുംത ഫിൽ ഇബാദത്തി ഖിയാമ സാരിയ, നീ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയതാ ഈ തൂണ് നിൽക്കുന്ന പോലെ നിന്നാൽ, തൂണ് അനങ്ങൂലല്ലോ, അത് എടുത്തു മുറ്റങ്ങ തന്നെയല്ലേ, നീ അതേപോലെ ഇബാദത്ത് ചെയ്താൽ, ഒന്നൊരു സമയം പാഴാക്കാണ്ട് തൂണ് കണക്ക് നിന്ന് ഇബാദത്തിൽ മുഴുകിയാൽ, ആ ഇബാദത്ത് നിനക്ക് ഉപകാരപ്പെടൂല. നിന്റെ വയറ്റിന്റെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണം, സമ്പത്ത്, വെള്ളം, അത് എവിടുന്നാണ് എന്താണ് എന്ന് നീ ചിന്തിക്കാതെ, എന്ന് പറഞ്ഞാൽ ഹറാമായതാണ് പോകുന്നതെങ്കിൽ ഇതൊന്നും ഉപകാരപ്പെടൂല. ഇബാദത്ത് ചെയ്തു എന്ന് പറയുന്നത് മുവഹിദിനോടാണ്, തൗഹീദുള്ള, ഇത്തിബാഉള്ള, ദീനുള്ള ആൾക്കാരോടാണ്. നിങ്ങൾ ചെയ്ത ഇബാദത്തുകള് വെറും പന്നികളെ പോലെ പറത്തപ്പെടും, ഒരു ഉപകാരവുമില്ലാത്ത വെറുതെ ചെയ്ത പൊടികളായി മാറും. എപ്പം നിന്റെ ഉള്ളിലേക്ക് പോകുന്നത് ഹറാമാണെങ്കിൽ വെറുതെ, ദുനിയാവില്ല ആഖിറവില്ല. അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു കാലം വരും, അതീ കാലമാണ്. ഒരു കാലം വരും, അന്ന് എന്താ അവസ്ഥ എന്നറിയോ? ലാ യുബാലിൽ മർഉ, ഒരാൾക്കൊരു വിഷയമേ ആയിരിക്കൂല, മാ അഖദ മിൻഹു അമിനൽ ഹലാം അം ഹറാം, ഇതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയത്, ഹലാലെന്നാണോ ഹറാമെന്നാണോ, വിഷയമായിരിക്കില്ല. പിടിയിലിരിക്കും, 5 റുപ്യന്റെ സാധനമായിരിക്കും, കസ്റ്റമർ വരും, 500 റുപ്യ, 550 വേണമെങ്കിൽ തരാം, പൈസ എടുത്തോളി, ലാഭം എടുത്തോളി, പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിലില്ലാത്ത ഗുണങ്ങൾ പറഞ്ഞ് അവനെ പറ്റിച്ചിട്ട് അത് പറ്റൂല. പൂഴ്ത്തിവയ്പ് നടത്തുക, വഞ്ചിക്കുക, ആക്രമിച്ചെടുക്കുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. മാർക്കറ്റുകളിൽ ഇറങ്ങിയാൽ മതി, ഇപ്പം പൈസ ഉണ്ടാക്കാനുള്ള വഴികൾ വ്യത്യസ്തമാണ്. ഓൺലൈനിൽ കൂടിയൊക്കെ ഇഷ്ടം ആൾക്കാർ ചോദിക്കും, അത് ഇങ്ങനത്തെ ഒരു കച്ചവടമുണ്ട്, നല്ല ലാഭമാണ്, കുറേ ആൾക്കാരുണ്ട്. നമ്മളതൊരു സമാധാനത്തിന് എന്താ പറയാറിയോ, കുറെ സെൽഫികളെല്ലാം ചെയ്യുന്നുണ്ട്. ചോദിക്കുന്ന സമാധാനത്തിന് കുറെ സെൽഫികളും ഇന്ന് നമ്മളെ നേതാക്കന്മാരൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ അഭിപ്രായം? പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഏതെങ്കിലും കാര്യത്തിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കുക. സംശയമില്ലാത്തത് 1000 അതിൻ്റെ അപ്പുറത്തുണ്ട്, അത് സ്വീകരിച്ചോളെ. സംശയമില്ലാത്ത വഴികൾ പൈസ ഉണ്ടാക്കാൻ 1000 അപ്പുറത്തുണ്ട്. നീ എന്തിനാ സംശയമുള്ള ഈ ഒന്നിനെ പിടിച്ച് നിൽക്കുന്ന വിട്ടേക്ക്. ഹലാല് വ്യക്തമാണ്, ഹറാമ് വ്യക്തമാണ്. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളുണ്ട്. ഹലാലാവോ ഹറാമാവോ, എന്ത് ചെയ്യണം? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ സംശയം. ഇത് ഹലാലായിരിക്കോ ഹറാമായിരിക്കോ, തെളിവുണ്ടാവോ, നിയമങ്ങൾ ഉണ്ടാവോ? അതാണ് മുസ്തബിഹാത്ത്. അതിന്റെ മുമ്പ് റസൂൽ പറഞ്ഞ വാക്കെന്താണ്? ഹലാല് വ്യക്തമാണ്, ഹറാമും വളരെ വ്യക്തമാണ്. അതിൻ്റെ ഇടയിലുള്ള കാര്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ ആരെങ്കിലും സൂക്ഷിച്ചാൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനി, അവൻ അവന്റെ ദീനിനെ സംരക്ഷിച്ചവനാണ്. വഇർദിഹി, അവന്റെ അഭിമാനത്തെയും സംരക്ഷിച്ചവനാണ്. മതി, നമുക്കതാണ് ആവശ്യം. അതുകൊണ്ട് ഉലമാക്കൾ ഈ വിഷയം പറയുമ്പോൾ അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം. ദുനിയാവിൽ ഇന്ന് തീർന്നു പോക്കല്ല, ഉടമസ്ഥനായ റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, ആ ദിവസത്തെ പേടിക്കുന്നില്ലേ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അതുകൊണ്ട് ജോലി ചെയ്യണം, അധ്വാനിക്കണം. എത്ര അധ്വാനിക്കാൻ പറ്റുമോ അത്രയും അധ്വാനിച്ചോളി. ഇത്ര അധ്വാനിച്ച ഇത്ര പൈസ കിട്ടും, അധ്വാനിച്ചോളി. പക്ഷേ ഹലാലിന്റെ വഴിയിൽ മാത്രം. ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു പരിശുദ്ധനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, പരിശുദ്ധമല്ലാതെ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ.
أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പലിശയുമായി ബന്ധപ്പെട്ട വിഷയം കൂടി പറയാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതൊരല്പം വിശാലമായ വിഷയമാണ്. ഈ നിൽക്കുന്ന ഞാനോ എന്നെ കേൾക്കുന്ന നിങ്ങളോ ഏതെങ്കിലും ഒരു തരത്തിൽ അതുമായിട്ട് എങ്ങനെയെങ്കിലും ബന്ധപ്പെടുന്ന അന്ത്യനാളിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട അതീവ ഗൗരവപ്പെട്ട ഫിത്നയാണ് റിബ, പലിശ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ചയിലെ ഖുതുബയിൽ സൂചിപ്പിക്കാം ബിഇദ്നില്ല. ചില കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, ഒന്ന്, പ്രിയപ്പെട്ടവരെ, സമ്പത്ത് ഹലാലാക്കണം, പൈസ ഹലാലാക്കണം. അഥവാ ഹറാമ് വന്നിട്ടുണ്ടെങ്കിൽ, അഥവാ ഇതുവരെ അധ്വാനിച്ചതിൽ എന്തെങ്കിലും ചതിയോ വഞ്ചനയോ നമുക്ക് നമ്മളെ അറിയാമല്ലോ, ഹറാമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യണം. തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ ഒരു അല്പനേരത്തേക്കുള്ള അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അതിന്റെ പേരല്ല തൗബ. ഖേദിക്കണം, ലജ്ജിക്കണം, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ മുന്നില് ലജ്ജിക്കണം. എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ഉള്ളും പുറവും അറിയുന്നവൻ അള്ളാഹുവാണ്. ആൾക്കാർക്ക് നമ്മളെ പുറം മാത്രമേ അറിയുള്ളൂ, ഉള്ളറിയില്ല. പക്ഷെ അള്ളാഹു എല്ലാം ഒളിപ്പിച്ചു വെച്ചു. നമ്മൾ വലിയ പൈസക്കാരനായിട്ട് നടക്കുന്നുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള എനിക്കും എൻ്റെ റബ്ബിനും മാത്രമേ അറിയുള്ളൂ. പക്ഷെ അള്ളാഹു ഒന്നും പുറത്തിട്ട് നമ്മളെ അവഹേളിച്ചില്ല, അപമാനിച്ചില്ല, നമ്മുടെ ഇസ്സത്ത് തകർക്കുന്ന ഒന്നും ചെയ്തില്ല. അതിങ്ങനെ ഒളിപ്പിച്ച് അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട്. അതിൽ അള്ളാഹിൻ്റെ മുന്നിൽ ലജ്ജിക്കണം, തല താഴ്ത്തണം, അള്ളാഹുവിനോട് മാപ്പ് പറയണം. അഥവാ തൗബ ചെയ്ത് മടങ്ങിയാൽ ബാക്കി ഹലാലാണ്. ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ മതി, ഇനി അങ്ങോട്ട് സൂക്ഷിച്ചാൽ മതി. ഇനി പറ്റിച്ചതാണ്, അപഹരിച്ചതാണ്, കട്ടെടുത്തതാണ്, ചതിച്ചതാണ്, ഓനെ ചെന്ന് കണ്ട് പറയുക തന്നെ വേണം. ഇനി ജീവിതത്തിൽ ഒരിക്കലും കണ്ടുമുട്ടാത്ത ആളെയാണ് പറ്റിച്ചതെങ്കിലും, മടിക്കേരിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ടൂറിസ്റ്റുകൾ വരും, ലോകത്തിൻ്റെ ഏതെല്ലോ ഭാഗത്തുനിന്ന് വരും, അവരെയാണ് പറ്റിച്ചെങ്കിലോ ഇനി എങ്ങനെയാ മാപ്പ് ചോദിക്കുക? ഇനി എങ്ങനെയാ പൊരുത്തപ്പെടിക്കുക? കഴിയില്ല, കുടുങ്ങിയതാണ്. കഴിയൂല, കുടുങ്ങിയതാണ്. അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പം എൻ്റെ റബ്ബ് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന ബോധത്തോടെ ചെയ്യണമായിരുന്നു. എന്ത് ചെയ്യും? വല്ലാഹി സുമ്മ വല്ലാഹി, നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ അയാൾ വരികയും തിരിച്ചു ചോദിക്കുകയും ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല, ഒരു സംശയവും വേണ്ട. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ കഠിനാധ്വാനം ചെയ്ത് സമ്പാദിക്കുന്നുണ്ടാവും നമ്മുടെ ഇബാദത്ത്, ആഖിറം, നിസ്കാരം, നോമ്പ്, സദഖ, അത് ഇത്. പക്ഷെ എപ്പോഴോ എവിടെയോ ആരെയോ ചതിച്ചത് നമ്മൾ മറന്നുപോയി. വല്ലാഹു ലാ യൻസാ, അല്ലാഹു മറക്കൂല. 5 പൈസ പോയിട്ട് 1 അണ പൈസ മറക്കൂല. കിതാബിൽ കൃത്യമായിട്ടുണ്ട്, ഫീ കിതാബിൻ മുബീൻ, വ്യക്തമായിട്ടുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതദറൂന മനിൽ മുഫ്ലിസ്. എൻ്റെ മടക്കേരിയിലെ പ്രിയപ്പെട്ടവരെ, ആ പറഞ്ഞ് നമ്മളാവാൻ പാടില്ല. ആ പറഞ്ഞ ഞാനോ നിങ്ങളോ ആയിക്കൂടാ. അതദറൂന മനിൽ മുഫ്ലിസ്. സഹാബാക്കളെ, നിങ്ങൾക്കറിയോ ആരാണ് ദരിദ്രൻ, ആരാണ് പാപ്പരൻ? സഹാബാക്കൾ പറഞ്ഞു, മല്ലാ ദിർഹമ ലഹു വലാ മതാ. പൈസ ഇല്ലാത്ത, നമ്മൾ പറയും പോലെ ദിർഹമില്ലാത്ത, കച്ചവട ചരക്കുകളില്ലാത്ത, സൗകര്യങ്ങളില്ലാത്തവനാണ് മുഫ്ലിസ്, പാപ്പരൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അൽ മുഫ്ലിസു മിൻ ഉമ്മത്തി. അല്ല, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ദരിദ്രൻ ആരാന്നറിയോ? നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഉഹദ് മലകൾ പോലെയുള്ള നന്മകളുമായി വരുന്നവർ. നിസ്കാരം, നോമ്പ്, സദഖ, സകാത്ത്, ഉംറ, ഹജ്ജ്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ ചെയ്ത് മല പോലെ കൂട്ടി വരുന്നവർ. മീസാനിൽ തൂക്കുന്നു, തൂക്കം കൂടുന്നു, ആടുന്ന് രക്ഷപ്പെടുന്നു, കിതാബ് വലത്തേക്ക് വാങ്ങുന്നു, സിറാത്ത് പാലത്ത് കടന്നിട്ട് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പുള്ള മൈതാനത്ത് ഒരുമിച്ച് കൂടുന്നു.
പോകാനായില്ല. കാരണം സ്വർഗം തുറന്നാലേ കയറാൻ പറ്റുള്ളൂ. ആ മൈതാനത്തുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നേരം ഉണ്ടാവും ഒരാൾ വരുന്നു. മടക്കേരിയിലേക്ക് എപ്പോഴോ ടൂറിസ്റ്റായിട്ട് വന്ന ഉത്തരേന്ത്യക്കാരനായിരിക്കും. എന്താ പറയാന്നറിയോ? ഇവൻ എന്നെ പിടിച്ചു പറിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ചതിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ അടിച്ചിട്ടുണ്ട്, ഇവൻ എന്നെ പറ്റി അപരാധം പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ പറ്റി ആരോപണം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പകരം വേണം. എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ഒന്ന് നോക്കി ചോദിച്ചു നോക്കി നഫ്സിനോട്, എന്ത് ചെയ്യും? ആരെയാ വിളിക്കുക ഒരു സഹായത്തിന്? ആരോടാ ഒന്ന് കൂടെ കൂടാ പറയുക? അല്ലെങ്കിൽ ആരാ അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഉണ്ടാവുക? ഭാര്യമാര് വരുമോ? ഭർത്താക്കന്മാര് വരുമോ? നമ്മൾ സ്നേഹിച്ച നമ്മുടെ മക്കള് വരുമോ? സമ്പാദിക്കുന്ന വിഷയത്തിൽ ഒരു ബോധവും ഇല്ലാതെ മക്കൾക്ക് വേണ്ടി സ്വത്തിനെ കുമിഞ്ഞുകൂട്ടി മലകള് പോലെ കൂട്ടിയിട്ടപ്പോൾ നമ്മൾ ആലോചിച്ചിട്ടില്ല, ആ മക്കളെ കൂട്ടത്തിൽ ഒരുത്തൻ ഒരുവൾ വരൂല. തിരിഞ്ഞു നോക്കൂല. ഉപ്പ അപ്പുറത്തുനിന്ന് വറക്കുന്നുണ്ടാവും, ഉപ്പ അപ്പുറത്തുനിന്ന് വറക്കുന്നുണ്ടാവും, വിയർക്കുന്നുണ്ടാകും, മലക്കുകളിൽ ഏകോപിക്കുന്നുണ്ടാവും. ഭാര്യ കാണും, അപ്പുറത്തുനിന്ന് മുങ്ങും. മക്കള് കാണും, അവരങ്ങോട്ട് ഓടും. ചങ്ങാതിമാര് കാണും, സഹതപിച്ചിട്ടങ്ങ് പോവും. അള്ളാഹു പറയും, അമാനത്ത് പൂർത്തിയാക്ക്. ആ ചതിച്ചു വാങ്ങിയില്ലേ, തിരിച്ചു കൊടുത്തിട്ട് പോയിക്കോ. എവിടുന്ന് കൊടുക്കും? എവിടുന്ന് കിട്ടും? അന്ന് പറഞ്ഞു പറ്റിച്ചില്ലേ, കൊടുത്തിട്ട് പോയിക്കോ. അന്ന് അപഹരിച്ചില്ലേ അവന്റെ സ്വത്ത്, കൊടുത്തിട്ട് പോയിക്കോ. അന്നെന്തല്ലോ കള്ളത്തിന് പറഞ്ഞിട്ടല്ലേ ബാങ്ക് ബാലൻസ് കൂട്ടി വെച്ചത്, അത് കൊടുത്തിട്ട് അങ്ങ് പോയിക്കോ. ഖലാസ്, കഴിഞ്ഞു. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് ദീനാറും എടുക്കൂല, ദിർഹമും എടുക്കൂല. അന്ന് ദീനാറും എടുക്കൂല, ദിർഹമും എടുക്കൂല. ഇന്ന് 1,00,000 ചെക്ക് എഴുതിയിട്ടിടാ, മാപ്പാക്കളെ ഇത് വെച്ചോ, ആയിക്കോട്ടെ കുഴപ്പമില്ല പോയിക്കോ. അന്ന് ലാ ദീനാറ വലാ ദിർഹം. ദീനാറ് കൊടുത്താ എടുക്കൂല, ദിർഹം കൊടുത്താ എടുക്കൂല. പിന്നെന്താ എടുക്കാന്നറിയോ? നിസ്കാരം, സകാത്ത്, സദഖ, ഉംറ, ഹജ്ജ്, എത്രയും എടുക്കും. അള്ളാഹു പറയും എടുത്ത് കൊടുക്കാൻ. ഓരോന്ന് കൊടുക്കും, ഓരോന്ന് കൊടുക്കും, ഓരോന്ന് കൊടുക്കും. പരാതിക്കാര് തീരുന്നില്ല, അത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ദുനിയാവിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ ബോധത്തോടെ വേണം ഭൂമിയിൽ ജീവിക്കാൻ. അശ്രദ്ധരാവരുത്, ഭയങ്കര ഓർമ്മയിൽ വേണം ജീവിക്കാൻ. പരാതിക്കാര് തീരുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവന്റെ നന്മകൾ തീർന്നു. ഉഹുദ് മലയോളം വരുന്ന നിസ്കാരം തീർന്നു, നോമ്പ് തീർന്നു, സദഖയും ഉംറയും ഹജ്ജും മുഴുവനും അവസാനിച്ചു. പാപ്പരനായി, പെട്ടിലനി ഒന്നുമില്ല. പരാതിക്കാരി പിന്നെയും ബാക്കി. അള്ളാഹു പറയും മലക്കിനോട്, ഇനി അവന്റെ തിന്മകൾ ഇവന്റെ ലിസ്റ്റിൽ എഴുതിയിട്ട് ഹക്ക് പൂർത്തിയാക്കിക്കോ. കാരണം അവൻ ചതിക്കപ്പെട്ടവനാണ്, അവൻ ആക്രമിക്കപ്പെട്ടവനാണ്. നീതി കിട്ടണം. ഓന്റെ തിന്മ ഇപ്പുറത്തേക്ക് എഴുതാൻ തുടങ്ങും, എഴുതാൻ തുടങ്ങും, എഴുതാൻ തുടങ്ങും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ പോവാൻ ചിരിച്ചു കൊണ്ടുവന്നവൻ തലയും താഴ്ത്തി പാലം വഴി നരകത്തിലേക്ക് തിരിച്ചു പോകും. അള്ളാഹു കാക്കട്ടെ. അൽ മുഫ്ലിസ്, ഏറ്റവും വലിയ പാപ്പരൻ. അവന്റെ ഈ പൈസ ഇല്ലേ, കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കെട്ട് പോക്കറ്റിൽ വെക്കുമ്പോൾ ഒരു റാഹത്താണ്. മൊബൈൽ ഇങ്ങനെ കുത്തിയിട്ട് ബാങ്കിലെ ബാലൻസ് ഇങ്ങനെ കുറെ പൂജ ഇങ്ങനെ കാണുമ്പം ഒരു റാഹത്താണ്. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ ശാപമായി മാറരുത്. ഒരു പൈസയാണെങ്കിൽ ഒരു പൈസ ഹലാലാവണം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും സൂക്ഷ്മത പാലിക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അതിലൊന്ന്, വരുന്ന ഞായറാഴ്ച 19-ാം തീയതി ഈ പള്ളിയിൽ വെച്ച് യൂത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാം, ലേൺ ദി ഖുർആൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മംഗലാപുരത്തുള്ളൊരു ചെറുപ്പക്കാരൻ ഷിഹാബ് എന്ന പേരുള്ളൊരു പണ്ഡിത്, അദ്ദേഹം വരും ഇൻഷാ അല്ലാഹ്. ഇതിനില്ല, കഴിവിൻ്റെ പരമാവധി യുവാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. മാതാപിതാക്കളും ഒരുമിച്ച് കൂടി ഫാമിലിയായിട്ട് വരും. എന്തെങ്കിലും ഒരു കാര്യം, ഉപകാരം ഒരുപക്ഷെ ഉണ്ടായാൽ ആഖിറത്തിൽ അത് വലിയ ലാഭമാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, നമ്മുടെ സഹോദരൻ്റെ ഒരു ബന്ധു രോഗിയാണ്. അള്ളാഹു വരെയും നമ്മളെയും എല്ലാം രോഗങ്ങളെ തൊട്ട് കാക്കട്ടെ. മാരകമായ രോഗങ്ങൾ, വേദനിക്കുന്ന രോഗങ്ങൾ, മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന രോഗങ്ങൾ, അള്ളാഹു അവരെയും നമ്മളെയും കാക്കട്ടെ. ആ സഹോദരനും സഹോദരിക്കും അള്ളാഹു ശിഫാ നസീബാക്കട്ടെ. പൂർണ്ണ ആഫിയത്ത് അള്ളാഹു എത്രയും പെട്ടെന്ന് നസീബാക്കട്ടെ. നമ്മളെയും നമ്മളെ മക്കളെയും കുടുംബത്തെയും
അങ്ങനെയുള്ള രോഗങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു വലിയ കാവൽ നൽകി രക്ഷപ്പെടുത്തുമാറാവട്ടെ. മൂന്നാമത്തെ കാര്യം, പ്രിയപ്പെട്ടവരെ, ഈ ആന്ധ്രാപ്രദേശ് കുർണൂൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നൊരു സഹോദരൻ സാമ്പത്തികമായി ഒരു മദ്രസയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുണ്ട്. 250ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഹോസ്റ്റലൊന്നുമില്ല, രാവിലെ വരും വൈകുന്നേരം പോകും. ആലിം കോഴ്സ് പൂർത്തിയാക്കുന്ന സ്ഥാപനമാണ്. അഹ്ലെ ഹദീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിവിന്റെ പരമാവധി ഒന്ന് സഹായിക്കും. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, എത്ര വരും ഒരു കുട്ടിക്ക് ചെലവ്? അദ്ദേഹം പറഞ്ഞു 6000 രൂപ വരും. ഒരു മാസത്തേക്ക്, ഒരു വർഷത്തേക്ക് ഒരു കുട്ടിക്കുള്ള ചെലവാണ് 6000 രൂപ. അവർക്കൊരു പക്ഷേ അത് വലിയ പൈസയായിരിക്കും. നമ്മുടെ ഇങ്ങോട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിൽ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ 6000 ഒന്നും അല്ല. എന്നാലും അവർ വലിയ പ്രതീക്ഷയിൽ വന്നിട്ടുണ്ട്. കഴിവിൻ്റെ പരമാവധി സഹായിക്കും. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളൊരു 1000 റുപ്യ, ഒരു 500 റുപ്യ ആന്ധ്രാപ്രദേശിലേക്ക് പോയി, ഏതോ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും മോള് മദ്രസയിൽ വന്ന് ഖാല അല്ലാഹു വായിച്ചു, ഖാല റസൂലുള്ളാഹി ഇങ്ങനെ ആടിയിരുന്ന് പഠിച്ചു, ഒരു ഹദീസ് പഠിച്ചു, ഒരു ഹദീസ് മനഃപ്പാടമാക്കി, ഫിഖ്ഹ് പഠിച്ചു. ഓളെ കല്യാണം കഴിച്ചിട്ട് വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി, ഓക്ക് മക്കളുണ്ടായി, ആ മക്കൾക്ക് അവളത് പഠിപ്പിച്ചു. ഇങ്ങനെ ശൃംഖല പോകുന്നുണ്ടാവും. കൂലിയോ മടിക്കേരിയിലെ ഏതോ ഒരു ജോലിക്കാരൻ്റെ 500 റുപ്യൻ്റെ കൂലി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇൽമിനെ സഹായിക്കല് നിസ്സാര കാര്യമല്ല. കാരണം ഇൽമെന്ന് പറയുന്ന സാധനം എടുത്ത് പൈസ പോലെയല്ല. പൈസ നമ്മളിങ്ങനെ പിടിച്ചു വെക്കലല്ലേ, ഇൽമിങ്ങനെ കൊടുക്കുന്ന സാധനമാണ്. ആരും പിടിച്ചു വെക്കൂല, അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്, നമ്മളുടെ ഉമ്മത്തിലെ മുൻഗാമികൾ ഖബറക്ക് പ്രകാശിക്കുന്ന പ്രകാശം ഒന്ന് ചിന്തിച്ചു നോക്കി. സലഫുലുമ്മയുടെ ഖബറുകളുടെ പ്രകാശം അവരെന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ എഴുതി വെച്ചു, നമുക്ക് വേണ്ടി കൈമാറി. നമ്മളെ ഉസ്താദ്മാർ പഠിച്ചു, നമുക്ക് പഠിപ്പിച്ചു തന്നു, നമ്മൾ പഠിപ്പിക്കുന്നു. ഇനിയും ഇത് ഖിയാമത്ത് നാൾ വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, കഴിവിൻ്റെ പരമാവധി സഹകരിച്ചോളിൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ നന്മകളൊക്കെ ഖബൂലാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും എല്ലാവിധ വിജയവും ലഭിക്കുന്ന നല്ലവരുൾപ്പെടുത്തി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وانصر الإسلام والمسلمين والمجاهدين في سبيلك يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.